വേറെ ലെവലാണ്. രാത്രി വരെ ഉള്ള പരിപാടിയാണ്. അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. കംപ്ലീറ്റ് പ്രീമിയം എക്സ്പീരിയൻസ്. We are really happy. It was very fun. അപ്പോൾ നമ്മൾ ഇന്ന് ഈജിപ്തിൽ വന്നിട്ട് 4ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പോകാൻ പോണത് സൂയസ് കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ബസ് ഓൾറെഡി എത്തി, പിള്ളേർ അതിൽ ഓൾറെഡി സെറ്റാണ്. അപ്പം ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞില്ല, നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കി ചോദിച്ച് വേറെ ലെവലാണ്. രാത്രി വരെ ഉള്ള പരിപാടിയാണ് കേട്ടോ. ഡോക്ടർ എക്സ്പെർട്ട് എഡ്യൂക്കേഷൻ്റെ കൂടെ വന്നാൽ മെൻറ്റർഷിപ്പ് മാത്രമല്ല എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടും. അടിപൊളി സർവീസാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായമായിട്ട് ഈ പ്രാവശ്യം. നമുക്ക് അടിപൊളി പിള്ളേരാണ് ഈ പ്രാവശ്യം ഉള്ളത്. നമ്മൾ ആദ്യം ഊബറിൽ കയറുന്നു, പിന്നെ നമ്മൾ ബസ്സിലേക്ക് പോകണം. അങ്ങനെ വലിയ ബസ്സായതുകൊണ്ട് ചെറിയ ചെറിയ ഇതിനുള്ളിലൂടെ പോകില്ല സ്ട്രീറ്റിൽ. അതാ ബസ് സയ്യാറത്തുൽ കബീറ. സയ്യാറ കബീറ. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. അതെ, ബെൻസിൻ്റെ ബസ്സാണ്. പക്ഷെ നമുക്ക് ഫോട്ടോ അയച്ചതിൽ നല്ലൊരു ബസ് വേറെ ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ലല്ലോ. ഉള്ള അടിപൊളിയാണ്. പിള്ളേരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടോ. ഒരു ഭയങ്കര കറക്റ്റ് പങ്ക്ച്വൽ ആൾക്കാരാണ്. കാരണം നമ്മൾ ഓൾറെഡി 7 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് ഒരു 6:45 തന്നെ എത്തിയിട്ടുണ്ട്. ക്ലാസ്സിലൊക്കെ ഒരു 7 മണിക്ക് എത്താൻ പറഞ്ഞാൽ 6:30 ഉണ്ടെന്ന് അവിടെ ക്ലാസ്സിൽ ഡോക്ടർ കാത്തിക്കുന്നാണ് തോന്നണം. എങ്ങനെ പോയി കഴിഞ്ഞാൽ അത്രയും ഒഴിഞ്ഞു വന്നിട്ട് നമ്മൾ എവിടെ പോയാലും നമ്മൾ ഡോക്ടറിന്റെ ടീമിന്റെ കൂടെ എൻജോയ് ചെയ്യാൻ പോവാ. നമ്മൾ ഇന്ന് ചാവ് കടലിൽ കാണാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ഡേ പൊളിക്കും നമ്മൾ. നമ്മളെ ഈജിപ്ത് വന്നതിൻ്റെ ആദ്യത്തെ ട്രിപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കുട്ടികൾക്ക് ഒരു ബെസ്റ്റ് ഇംപ്രഷൻ കൊടുക്കാൻ പോവാണ്. ഈജിപ്തിലെ പ്രസിദ്ധമായ ഒരു അടിപൊളി സ്ഥലം സൂയിസ് കനാൽ. സൂയിസ് കനാലിനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ, അവിടെ പോയിട്ടില്ല ആരും. അപ്പോൾ സൂയിസ് കനാൽ പറഞ്ഞാൽ 2 കടലിനെ ഒരു കടലാക്കി കൊണ്ടുവരുന്ന ഒരു പ്രസിദ്ധമായ ഒരു കനാലാണ് ഈ സൂയിസ് കനാൽ എന്ന് പറയുന്നത്. അതായത് യൂറോപ്യൻ രാജ്യം ഏഷ്യൻ രാജ്യം കൂടി തമ്മിൽ യോജിക്കുന്ന ഒരു രാജ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ പണ്ട് കാലത്ത് ഒരുപാട് കപ്പലുകൾ ഏഷ്യ വഴി പകരം അന്നത്തെ യൂറോപ്യൻ ആളുകൾ എന്ത് കാട്ടി ആ സൂയിസ് കനാൽ മനുഷ്യനിർമ്മിത കനാലാണ്. ഏകദേശം 163-170 കിലോമീറ്റർ ഉണ്ട് ആ മനുഷ്യനിർമ്മിത കനാൽ. ഓക്കെ, ലെറ്റ്സ് ഗോ. യു ക്യാൻ സീ ദ ഫുൾ സ്റ്റോറി ഓഫ് സൂയിസ് കനാൽ ഇൻ മലയാളം. ഒരു കൈവതം നാറ്റിക്കരുത്. എന്റെ കൽവിലെ വെണ്ണിലാവിനി നല്ല പാട്ടുകാരാ തട്ടമിട്ട് ഞാൻ അത്തറൊന്ന് വേണ്ടേ അത്തറൊന്ന് വേണ്ടേ സുൽത്താന്റെ ചേലുകാരാ. നിന്നെ കെട്ടാനാശ വെച്ച് എത്ര ചോദിച്ചിട്ടും നീ ജവാബ് തന്നില്ല. പൂവേലിക്കു നിന്റെ കൽബ് തന്നില്ല. പൂവേലിക്കു നിന്റെ കൽബ് തന്നില്ല. മല കയറണ്ടേ, അവിടുന്ന് തലകുത്തി ചാടണ്ടേ. 3-ാം മല കയറി പോവണ്ടേ, അവിടുന്ന് തലകുത്തി ചാടണ്ടേ. 4-ാം മല കയറി പോവണ്ടേ, അവിടുന്ന് തലകുത്തി ചാടണ്ടേ. 5-ാം മല കയറി പോവണ്ടേ,
Such a passion, yeah. General situation in the heaven, yeah. Oh, who you are. Sunrise on the darkest day. You got me feeling some kind of way. Make me wanna say forevermore, but slowly, slowly. What the hell? അപ്പൊ നമ്മൾ സൂയസ് കനാലിൽ നിന്ന് അടിച്ച് പൊളിച്ച് തീർക്കാൻ വേണ്ടിട്ട് പോവാണ്. നമ്മളെ ഓൾ പിള്ളേർ ഇവിടെ ഉണ്ട്, വൈബാണ്. പിന്നെ നമ്മളെ ഓൾ ഗേൾസ് ഇവിടെ ഉണ്ട്. എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി മേക്കപ്പും ഫൗണ്ടേഷനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെ എണ്ണ എടുക്കണം. വെള്ളത്തിൽ പോയാൽ ആരാണ് ഉള്ള എണ്ണം കിട്ടൂല. അപ്പൊ എന്താ നമ്മളെ എണ്ണ എടുക്കാൻ പോവാണ്. 12, 13, 14, 15, 16, 17, 18, 19, 20. 22, 23, 24, 25, 26. നമ്മളിവിടെ യാച്ച് എടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മളിനി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ. നമ്മൾ കടലിൽ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ യാച്ചിൽ ഇരുന്ന് നമുക്ക് ഫുഡ് കാര്യങ്ങൾ ഫിഷിങ് നമുക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ സബ്മറൈൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു അടിപൊളി പൊളി ലെവൽ പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് അറേബ്യൻ സീ ആണ്. നല്ല ലുക്കുണ്ട് കാണാൻ. ബ്ലൂയിഷ് കളർ വാട്ടറാണ് ഈ ഒരു ഇതിൽ നമുക്ക് കാണുന്നത്. ഇത് സൂയസ് കനാൽ കേട്ടോ. ഇതിലൂടെയാണ് ഈ കപ്പലുകൾ, വലിയ വലിയ കപ്പലുകൾ പോയിട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണ ആ ഒരു ഇങ്ങനത്തെ കണ്ടിട്ടില്ല. ഒരു കപ്പൽ പണ്ട് കുടുങ്ങിയൊരു സ്റ്റോറി ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ ഈജിപ്തിലാണുള്ളത്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളെല്ലാ കുട്ടികളും ഉണ്ട് നമ്മളെ കൂടെ. എന്താണ് ഇവിടെ തോന്നുന്നത്? എങ്ങനെയുണ്ട്? അടിപൊളിയാ? സെറ്റാ? എന്താ ഫാത്തിമ തോന്നുന്നത്? മൊഹിത്തോ പോലെ ഉണ്ട് കാണാന്. മൊഹിത്തോ മൊജീറ്റോ പോലെ ഉണ്ട്. ഞാനത് പറഞ്ഞേ മൊഹിത്തോ ഉണ്ടെന്ന്. ഇവളെ അഭിപ്രായമാണ് ഓള് പറഞ്ഞത്. കോപ്പി. അപ്പൊ കോട്ടസി എന്നാണ് പേരെന്താ? ആലിയ പറഞ്ഞ സാധനമാണ് ഫാത്തിമ കോപ്പി ചെയ്തത്. എന്തിനാ കോപ്പി അടിക്കുന്നത്? അതെ. ഒരു ഗ്ലാസ് വല്ലെടുത്താൽ കളർ ഉണ്ടാവില്ല. ഇത് കോക്പിറ്റ് ആണ്. ഇവിടെയാണ് ഇതിന്റെ സംഭവങ്ങൾ ഫുള്ളുള്ളത്. കടലിൽ എന്തൊക്കെയുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ, എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കടലിൻ്റെ താഴത്തേക്ക് കാണാൻ പറ്റും. അവിടെ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ഇയാൾക്ക് അതും കൂടി ഇതിലൂടെ നോക്കിയിട്ട് നല്ല സ്ഥലം നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ സെറ്റാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് കേട്ടോ. ഇതിൻ്റെ സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിഷുകളെ ഇതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മളെ യാത്ര തുടങ്ങണുണ്ടോ. ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി, പെപ്സി കൊക്കക്കോളയും. എനിക്കൊരു കോഫി കിട്ടി. പിന്നെ നമ്മളങ്ങനെ
സബ്മറീനിൽ പോകാൻ പോകുന്നു. സ്രാവിനൊന്നും ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് സ്രാവ് തിമ്മിങ്ങനൊന്നും ഇല്ല. കാരണം അവർക്ക് ശമ്പളം കൊടുത്തില്ല, ഈ മാസം ശമ്പളം കൊടുത്തില്ല, അതുകൊണ്ട് ഒരു പണി എടുക്കൂല. ഈ ചെറിയ ചെറിയ മീനുകൾക്ക് കുറച്ച് കുറച്ച് ശമ്പളം കൊടുത്താൽ മതി. അപ്പോൾ ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ പോയി. പക്ഷേ മീനുകളൊന്നും ഭയങ്കര ആക്റ്റീവ് അല്ലായിരുന്നു, ഭയങ്കര മടിയന്മാരായ മീനുകളായിരുന്നു. സോ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, ഇവരുടെ അവസ്ഥ എന്താ അറിയില്ല. പക്ഷെ നമ്മൾ അടുത്ത പരിപാടി അത് വേറെ ലെവലാണ്. നമ്മൾ നല്ല അടിപൊളി ബിരിയാണി ഉണ്ട്, ബിരിയാണി കഴിക്കും. ബിരിയാണി കഴിച്ചിട്ട് ഇപ്പോൾ സമയം ഏകദേശം 1:30 ഉണ്ട്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഫുള്ള് വെള്ളത്തിലായിരിക്കും. വെള്ളത്തിൽ കളികളും കാര്യങ്ങളും, അല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, വെള്ളത്തിലുള്ള കളികളും കാര്യങ്ങളും ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനാണ് പ്ലാന്. പിന്നെ നല്ല ബിരിയാണി ഉണ്ട്, എല്ലാവരും നല്ല വിശന്ന് നിൽക്കുകയാണ്. 2 ബിരിയാണി ഞാൻ കഴിക്കും, ബാക്കിയുള്ളത് എല്ലാവർക്കും തരും. പിന്നെ ഞങ്ങൾ ഫിഷിംഗ് ഉണ്ട്. ഫിഷിംഗ് നമ്മൾ ഹമൂർ പിടിക്കും, എന്നിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ഹമൂർ കിട്ടുമെന്ന് അറിയില്ല, ചൂണ്ട നമ്മൾ ഇട്ട് നോക്കും. കിട്ടിയാൽ നമ്മൾ ഗ്രില്ല്, അല്ലെ നമ്മൾ പരല്ലെങ്കിൽ പിടിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അടിപൊളിയായിട്ടുള്ളൊരു ബോട്ടിങ് കഴിഞ്ഞ് നേരത്തെ വന്നാൽ നല്ല ബിരിയാണി കഴിക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം അവിടുത്തെ ഒരു മരത്തിനോട്ടിൽ നമ്മൾ റെസ്റ്റ് എടുത്ത് കുറേ കഥകൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് യാട്ട് എടുത്തിട്ടുണ്ട്, അതിൽ നമ്മൾ കയറാൻ പോവാണ്. ഫിഷിങ്, വെള്ളത്തിൽ ചാടി കുളിക്കാൻ മറിയ പരിപാടികളാണ് ഇനിയുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മളെ കുട്ടികൾ മൊത്തം റെഡിയാണ്, എക്സൈറ്റഡ് ആണ്. എനിക്ക് നേരത്തേക്കാട്ടിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഫ്രീ ടൈമിൽ നമ്മൾ ഇരുന്നാക്കാറുണ്ട്. ഇനി പോണ സാധനം വേറെ വൈബാണ്, അടിപൊളി യാട്ടാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ 10-35 ആൾക്കാരുണ്ട്, നമുക്ക് എല്ലാവർക്കും കയറാനുള്ള സെറ്റപ്പും ഒക്കെ ഉള്ള അടിപൊളിയാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്യാനുള്ള കാരണം, കുറേ ആൾക്കാർ രാവിലെ പോയിരുന്നു, അവർ തിരിച്ചു വരികയാണ്. അവർ തിരിച്ചു വന്ന് ഇനിയാണ് നമ്മൾ പോണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഗാലക്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോട്ടിലാണ് നമ്മൾ പോണതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളെ സ്റ്റുഡൻസ് കുറച്ച് ആൾക്കാർ മുമ്പിലുണ്ട്, ഷെയ്ഷാദ് ഉണ്ട്, അതുലുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മുടെ കുട്ടികൾ ബാക്കിൽ വരുന്നുണ്ട്. നമ്മളെ ബോട്ട് ഓൾറെഡി നമുക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി വരുന്ന കാഴ്ചകൾ കൂടുതൽ എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നറിയോ, ഈജിപ്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഇവിടെ പഠിക്കാൻ വന്ന ഒന്നുമില്ലാണ്. പക്ഷെ നിങ്ങളെ ആ ഒരു തോട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഭയങ്കര തെറ്റായ തോട്ടാണ്. കാരണം ഈജിപ്ത് എൻ്റെ അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. ചീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് ഈജിപ്ത് ബെസ്റ്റാണ്. അത് നല്ല നല്ല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. പ്രത്യേകിച്ചും ഈ മറ്റേ കടൽ ഇങ്ങനത്തെ കുറേ ഇതുണ്ടല്ലോ, അഡ്വഞ്ചേഴ്സ് ഉണ്ടല്ലോ, അതിലൊക്കെ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് ഈജിപ്ത് എപ്പോഴും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൂയസ് കനാലിൻ്റെ ഏരിയയിലോട്ട്. നിങ്ങൾ കണ്ടില്ലേ സൂയസ് കനാലിലൂടെ കപ്പൽ പോണേ. അപ്പോൾ ആ നിൽക്കുന്ന ക്യൂ ഉണ്ടല്ലോ, അത് സൂയസ് കനാൽ കടക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. ഓരോ കപ്പൽ പോവും, അതിലൂടെ കയറിയിട്ട് അപ്പുറത്തേക്ക് ക്രോസ് ആവും. അതാണ് സൂയസ് കനാൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി നമ്മളെ ബോട്ട് കയറിയിട്ട് നോക്കാം. യാട്ട് കയറിയിട്ട് നോക്കാം.
ഇതാണ് നമ്മളെ ബോട്ട് കേട്ടോ, ഈ ആട്ടിലാണ് നമ്മൾ പോണത്. ഇതിൽ ഫിഷിംഗ് ഉണ്ടാവും, എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്, ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ യാട്ടിനുള്ളിലേക്ക് വാ, ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാം. Be a doctor by doctors. അവിടെ പറഞ്ഞോന്ന് ചോദിച്ചു. എല്ലാരും പറഞ്ഞു പറയേണ്ട ആവശ്യമില്ല, ജാക്കറ്റ് ഉണ്ടല്ലോ, ജാക്കറ്റ് ഇട്ടാലും പറയണ്ടേ, അതിന്റെ ആവശ്യമില്ല. ഞാൻ കൊടുക്കാൻ പരിപാടി ഉണ്ടല്ലോ, സെറ്റായിരുന്നു, അടിപൊളി പരിപാടിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. കുറെ നാൾക്ക് ശേഷം കിട്ടിയ അത് നമ്മളെ ഡോക്ടർ എക്സ്പെർട്ട് ജൂലിംഗ് എടുക്ക്, നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. ഹുസൈർ സാർ ഇതെല്ലാം സെറ്റാക്കി തരും. ബോട്ട് ഇങ്ങനെ കടലിനെ നടുക്കൊണ്ട് ഫസ്റ്റ് ടൈമാ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത് അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര അടിപൊളി, സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല ചാടാൻ വേണ്ടി, പക്ഷെ ചാടിയപ്പോൾ സെറ്റപ്പ് ആയിരുന്നു. ഹുസൈർ സാർ ഞാൻ വിചാരിച്ചു എന്നെ ഇട്ടിട്ട് പോകുന്ന കടലല്ലോ, പക്ഷെ പുള്ളി എന്നെ എല്ലായിടത്തും വലിച്ചു കൊണ്ടുവന്ന് തന്നെ. പുള്ളി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. വൈബ് ആദ്യം ഇച്ചിരി ഇതായിരുന്നു, പക്ഷെ പിന്നെ ഞങ്ങളുടെ വൈബാക്കി വന്നു. അല്ല, എൻ്റെ വാപ്പ എന്നെ അങ്ങനെ ഇറക്കൂലായിരുന്നു, പക്ഷെ നിങ്ങളൊക്കെ ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ എന്താ വാപ്പ വീഡിയോ കണ്ടിട്ട് പറയാൻ പോണെന്ന് പറയുന്നത്. സോറി അപ്പ. 10 on 10 എക്സ്പീരിയൻസ്. ഇപ്പോഴേ ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, പറയാൻ വേണ്ടി ഒന്നുമില്ല. ഞാൻ ഫസ്റ്റ് ഇയർ ആയിട്ട് തന്നെ ഇല്ല, ക്ലാസ് തുടങ്ങിയിട്ട് തന്നെ ഇല്ല, പക്ഷെ ഇപ്പോഴേ എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ എക്സ്പെർട്ട്, എഡ്യൂലിങ്സ്, ഗോട്ട്, ഫുൾ പ്രീമിയം എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രോളം പറയാൻ, കംപ്ലീറ്റ് പ്രീമിയം എക്സ്പീരിയൻസ്. ആദ്യമായിട്ട് വെള്ളത്തിറങ്ങിയ സുഹേൽ സാർ മോട്ടിവേഷൻ ഒന്ന് വെള്ളത്തിൽ ഇറക്കി, അവസാനം ഡോക്ടറാണ് ഒന്ന് രക്ഷിച്ചത്. അത്രയ്ക്കും കെയറാണ് ഡോക്ടറിന്. ആദ്യമായിട്ടാണ് വരുന്നത്, വേറെ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓ അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ, തന്നെ അടിപൊളി, A to Z അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ കടലിൽ ചാടിയതാണ്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയി. ഷിപ്പിന്റെ ഏറ്റവും മുകളിൽ നിന്ന് ചാടിയത്
ആ ഷിപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കും. അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നാണ് നമ്മൾ ചാടി. പുതിയ വന്ന പിള്ളേരെ കുറിച്ച് അടിപൊളിയാണ്, വൈബാണ്, നല്ല കുട്ടികളാണ്. ഇനി പഠിത്തം കൂടി അടിപൊളിയാക്കിയ ബഡേ ബേഷ്. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നല്ലായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. നല്ലായിരുന്നു, അതന്നെ അത്രേ അതന്നെ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്, നല്ല എല്ലാം കൊണ്ടും. ഇനി ഒന്നുകൂടി ഇല്ലേ എന്ത് പോവാൻ? ഡെസേർട്ട്. ബെല്ലി ഡാൻസ് കാണാൻ നിർബന്ധ. കിട്ടിയാ കൊള്ളാം. കുറെ നാളുള്ള ആഗ്രഹമുണ്ട് ബെല്ലി ഡാൻസ് കാണണമെന്ന്, സത്യമായിട്ടും. അപ്പൊ ഉസൈർ സാർ ഒരു ബെല്ലി ഡാൻസ് അറേഞ്ച് ചെയ്ത് തന്നാൽ ഞാൻ അടിപൊളിയായിട്ട് ഞാൻ അവിടെ നിന്ന് എൻജോയ് ചെയ്ത് കണ്ടിരിക്കും. ഈജിപ്ത് എങ്ങനെ ഉണ്ടാവുന്നു? ഫുള്ള് നരച്ച പ്രദേശം, ശരി കുറച്ചൊക്കെ നരച്ച, എന്നാലും നല്ല ബ്യൂട്ടിഫുൾ. അത് നമ്മളെ ഭാഗം മാത്രം, അത് ഓൾഡ് കയർ അതിന്റെ മാത്രം പ്രശ്നമേ ഉള്ളൂ. നല്ല പ്ലേസ് ആണ്, നല്ല ആൾക്കാരാണ്, എല്ലാം അടിപൊളിയാണ്. അങ്ങനെ ഒരു ട്രിപ്പ് പ്രതീക്ഷിച്ചില്ല, അടിപൊളിയായി. നല്ലൊരു പരിപാടിയാണ്, ഇനി അടുത്ത വർഷം ഇങ്ങനെയൊക്കെ ചെയ്യാം. പരിപാടി അടിപൊളിയായിരുന്നു. എക്സ്പെക്ട് ചെയ്തിരുന്നു അങ്ങനെ എന്തെങ്കിലും? ഇങ്ങനെ ഒരു പരിപാടിന്റെ കാര്യം അറിഞ്ഞിരുന്നില്ലല്ലോ. പരിപാടി ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്ര ഫണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻജോയ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു? സ്വിമ്മിങ് അടിപൊളിയായിരുന്നു. പിന്നെ ഒരിക്കലും പ്രതീക്ഷയില്ല. ഞാൻ വിചാരിച്ച സാധാ ബോട്ടിലേ വരുന്നു, പിന്നെ അവിടെ ബോട്ടിൽ പോയി എല്ലാവരും വെള്ളത്തേക്ക് ചാടി മൂട് വൈബാക്കി ഉഷാറായിരുന്നു. കടലിൽ ചാടുന്ന ആദ്യമായിട്ടാണ്, അതുവരെ എല്ലാവരും ഉണ്ടായപ്പോൾ ഒരുമിച്ചായിട്ട് ചാടി അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഈജിപ്തിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഫുള്ള് ഖത്തറിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഗൾഫ് ടച്ച് ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ ഈജിപ്ത് വന്നത്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ഗൾഫ് മാറി തന്നെയാണ് കൾച്ചർ, അതൊക്കെ അതന്നെ. ഒന്നാമത്തെ ഫുഡ്, ഇപ്പോൾ വേറെ കൺട്രീസ് പോയാൽ ഫുഡ് എക്സ്പീരിയൻസ് കിട്ടില്ല. ഇവിടെയാണ് അടിപൊളി ഫുഡാണ്. സൂപ്പറായിരുന്നു. ലൈക്ക് മുന്നേ വാട്ടർ റൈഡ്സ് അല്ലെങ്കിൽ വാട്ടർ ഇങ്ങനത്തെ ഡോ ക്രൂയിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഐ വാസ് ലൈക്ക് മോഷൻ സിക്നെസ് ഒക്കെ ഉണ്ടാവുന്നു, ബട്ട് ഇറ്റ് വാസ് വെരി ഫൺ. നല്ല രസമായിരുന്നു. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിന് താങ്ക്ഫുള്ളാണ്. ബിക്കോസ് ഏജൻസി ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പോലെ ആക്കിയപ്പോൾ വി ആർ റിയലി ഹാപ്പി. ഇറ്റ് വാസ് വെരി ഫൺ ആൻഡ് ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ് ആസ് വെൽ. പ്ലേസ് സൂപ്പറാണ്, സെറ്റാണ്, നൈസാണ്. വെതറായാലും എല്ലാ രീതിയിലും നല്ല രസമുണ്ട്. എക്സ്പെക്റ്റേഷൻസ് എപ്പോഴും ബിഗ് ആണല്ലോ, അപ്പോൾ ലൈക്ക് അഡ്ജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചു. ബട്ട് ഇറ്റ്സ് ഫൈൻ ആക്ച്വലി. ലൈക്ക് ഇപ്പോൾ തന്നെ അഡ്ജസ്റ്റ് ആയ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആൻഡ് ഓരോ സ്ഥലം വിസിറ്റ് ചെയ്യുമ്പോൾ ഗുഡ് എക്സ്പീരിയൻസസ് ഉണ്ടാക്കാൻ പറ്റി. സോ ഇതെപ്പോഴും മെമ്മറബിൾ ആയിരിക്കും. സോ താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. ലൈക്ക് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു, ബിക്കോസ് ഒബ്വിയസ്ലി ഹോം സിക്ക് ആണ് കുറച്ച്. ആൻഡ് ഇറ്റ് വാസ് റിയലി റിലാക്സിങ്. ഐ എം സോ ഹാപ്പി റൈറ്റ് നൗ. ദ പ്ലേസ് ഇസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഐ ഫീൽ സോ റിഫ്രഷ്ഡ്. ഈജിപ്ത് കുറേ വീഡിയോസൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ബട്ട് മോസ്റ്റ്ലി ഐ വാസ് എക്സ്പെക്ടിങ് ഡെസേർട്ട്, ബട്ട് ദിസ് പ്ലേസ് ഈസ് ലൈക്ക് സോ പ്രിറ്റി. It was great and it was a beautiful day in my life. I enjoyed a lot and the sir supported, cameraman supported and the sir supported us for girls to swim and it was a great and beautiful day. Thank you. പരിപാടി അടിപൊളിയായിരുന്നു. പിന്നെ ബോട്ടിൽ നമ്മൾ കടലിൽ നടുക്ക് പോയി, അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നീന്താൻ അറിയാതെ വെള്ളത്തിൽ ചാടി, ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നത് അത് കടലിലെ നടുക്ക്. ഇറ്റ് വാസ് ഗുഡ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മക്കളെ ഒന്നും പറയണ്ട, കുട്ടികളൊക്കെ അടിച്ച് പൊളിച്ച് തിമിർത്ത് നിൽക്കുകയാണ്. കാരണം നിങ്ങൾ കുട്ടികളുടെ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ബോട്ട് എടുത്ത് ബോട്ടിൽ കയറിയിട്ട് നമ്മൾ കുറച്ചങ്ങോട്ട് പോയി. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അവിടെ ചാടാനുള്ള ഓപ്ഷൻ തന്നപ്പോൾ വെള്ളത്തിൽ ചാടി കളിച്ചു. ഫിഷിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മീനൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ കുറേ ആൾക്കാർ മേലിൽ നിന്ന് വെറുതെ താഴേക്ക് നോക്കുന്നു. എന്തായാലും നല്ല വൈബായിരുന്നു, കാരണം എല്ലാവരും നല്ലോണം ഒന്ന് മിങ്കിളായി, പരിചയപ്പെട്ടു, പേരുകൾ പഠിച്ചു. ആ കുട്ടികൾക്ക് ആ ഒരു ഹോം സിക്നെസ് ഇതോടുകൂടി ഏകദേശമൊക്കെ ക്ലിയറായി. സാധാരണയായിട്ട് ഇവിടെ വരുമ്പോൾ എല്ലാവരും ഒന്ന് മൂഡ് ഓഫ് ആവും, പക്ഷേ ആ സാധനമൊക്കെ ഒന്ന് പോയി പവറായി. ഉപ്പുവെള്ളത്തിൽ ചാടിയോണ്ട് നമ്മളൊരു ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഹാപ്പി മൂഡിലാണുള്ളത്. എനിക്ക് രാവിലെ കുറച്ച് സ്റ്റാർട്ടിങ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ടെൻഷൻ എല്ലാവരും പറഞ്ഞു. ഞങ്ങൾക്ക് ഇന്നലെ സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു. ഇന്ന് രാവിലെ കുറച്ച് ഉറക്കത്തിന് ട്രബിൾ ആയിരുന്നു. ഇനിയിപ്പോ ഞങ്ങൾക്ക് രാവിലെ ഉറങ്ങിയിട്ട് രാത്രി ഞങ്ങൾ എനർജറ്റിക് ആവുക ചെയ്യാറ്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്ത് പോകാൻ, ഇന്ന് ഏതായാലും നമ്മൾ ഫുള്ള് ഹോളിഡേ മൂഡാണ്. കാരണം നമുക്ക് ഇവിടെ കുട്ടികൾ ഇന്നലെ വന്ന് നമ്മൾ കുറച്ച് വർക്ക് കഴിഞ്ഞ് ഒന്ന് ഹോളിഡേ ആണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ഡെസേർട്ട് സഫാരിക്കാണ് നമ്മൾ പോണത്. അവിടെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ പോകണത് കേട്ടോ. അപ്പോൾ
അതും കൂടി നിങ്ങൾ കാണാം, എന്തൊക്കെയാണ് അതിലുള്ളത് നമുക്ക് കാണാം. അടിപൊളിയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈജിപ്ത് ഒരിക്കലും നിങ്ങൾ പഠിക്കാൻ വരുന്ന സമയത്ത് ഇവിടെ ഒന്നുമില്ലാന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ട. ഇവിടെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതും വേൾഡ് റാങ്കിങ്ങിൽ ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ അതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിലും അവിടുത്തെ പ്രാക്ടിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ എക്സ്പോഷറും നല്ലോണം കിട്ടും. അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഈജിപ്ത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ മല കയറിയിട്ട് ഒരു വണ്ടിയിൽ സ്പെഷ്യലി മല കയറിയിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഒരു അടിപൊളി ഒരു ക്യാമ്പിങ് ഏരിയയിലാണ്. ഇത് ഫുള്ള് നമ്മളെ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടർ എക്സ്പേർട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് ഇരുന്ന് സംസാരിക്കാനും ആക്ടിവിറ്റീസ് ചെയ്യാനും ചെറിയ ചെറിയ കളികൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബങ്കി ബൈക്ക് ഉണ്ട്, നമ്മൾ ഇതിൽ കൂടെ ഓടിക്കാൻ എല്ലാ സെറ്റപ്പും ഇതൊക്കെ നമ്മളെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ ഡോക്ടർ എക്സ്പേർട്ട് എജുലിങ്സ് എന്ന് പറയുന്ന ഒരു മെൻറ്റർഷിപ്പ് ഒരു ഡോക്ടേഴ്സിൻ്റെ ടീമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുക കുട്ടികളെ എന്താ പറയുക കുറച്ചും കൂടി അവർ നാട്ടിൽ നിന്ന് വന്നു പെട്ടെന്ന് മാറിക്കാണെങ്കിൽ നാളെ മുതൽ അവർ ഒരു ഹൈ പ്രഷറുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറാൻ പോവുകയാണ്. അതായത് കുറച്ചെങ്കിലും പെട്ടെന്ന് കുട്ടികൾക്ക് കുറച്ച് ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഇവർക്കിടയിലെങ്കിലും ഒരു ബോണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കാലങ്ങളായിട്ട് തുടർന്ന് വരുന്നൊരു കാര്യമാണ്. അല്ല, ഇതൊരു പുതിയ സംഗതിയല്ല, നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഇവിടെ ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഏരിയ കംപ്ലീറ്റ് നമ്മൾ എടുത്തിട്ട് നമ്മളെ ഫുൾ കുട്ടികൾ ഇവിടെ ഉണ്ട്. ക്യാമ്പിങ് കാര്യങ്ങൾ, നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആക്ടിവിറ്റീസിന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പാട്ട് കളി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ടൂറ് ഇവിടെയാണ് നമ്മൾ അവസാനിപ്പിക്കുക. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം? കമോൺ 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 കമോൺ. അപ്പോൾ നമ്മളത് ഗ്രില്ല് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും നമ്മൾ ചിക്കൻ ഗ്രില്ലും റൈസാണ് വെച്ചിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ നേരത്തെ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞു ടയേർഡായി നിൽക്കണം. നമുക്ക് അടിപൊളി ചിക്കൻ ഗ്രില്ലും റൈസും നമ്മുടെ ഡോക്ടർ എക്സ്പേർട്ടിൻ്റെ ടീം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഉണ്ട്, നമ്മളെ സ്റ്റാഫുണ്ട്, നമ്മളെ ആൾക്കാരുണ്ട്, നമ്മളെ സീനിയർ കുട്ടികളുണ്ട്, അങ്ങനെ ഒരുവിധം എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അടിപൊളി ഫുഡാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറബിൾ ഡേ ആണ് നമ്മളെ കുട്ടികൾക്ക്. ഒരിക്കലും ഒരു ഡോക്ടർ എക്സ്പേർട്ട് ജൂലിങ്സിനെ ഒരിക്കലും അവർ മറക്കുക. അപ്പോൾ പിള്ളേരൊക്കെ ബങ്കി റെഡുമ്മൽ എന്താണ് ബഗ്ഗി ബൈക്കുമ്മൽ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോകണേ. പിന്നെ ഒരു കാര്യമുണ്ട്, MBBS ഈജിപ്തിൽ പഠിക്കാൻ വരുമ്പോൾ ഈ അധികം മിഡിൽ ഈസ്റ്റിലെ കുട്ടികളാണ് ഇവിടെ വരലുള്ളത്. അപ്പോൾ ഇവരുടെ ഒക്കെ ചിലപ്പോൾ ഒരു തോന്നലുണ്ടാവും, ഇവിടെ അമ്മക്ക് ഇഷ്ടപ്പെടുമോ, ഈ വൈബ് നമുക്ക് പറ്റുമോ, എൻ്റെ കുട്ടിക്ക് ഈ കൾച്ചർ പറ്റുമോ, അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ പേരൻസിനും ഉണ്ടാവും, അതേപോലെ സ്റ്റുഡൻസിനും ഉണ്ടാവും. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് വേണ്ട. ഇപ്പോൾ നമുക്ക് തന്നെയാണെങ്കിലും പക്ക ഹോംലി ഫീലാണ് നമ്മൾ ഈജിപ്തിൽ വന്നാൽ. അങ്ങനത്തെ ഒരു ഡിഫറൻസ് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ MBBS എപ്പോഴും ഈജിപ്തിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണോ പ്രിഫർ ചെയ്യണം ആ യൂണിവേഴ്സിറ്റിയിലേക്ക് 100% എടുത്തുതരാൻ പറ്റുന്ന ടീമിൻ്റെ കൂടെ മാത്രം പോവുക. 100% സർവീസ് തരുന്ന ആൾക്കാരുടെ കൂടെ മാത്രം നിൽക്കുക. നല്ല അക്കോമഡേഷൻ, നല്ല ഫുഡ്, നല്ല സർവീസ്, നല്ല കാര്യങ്ങൾ. നിങ്ങളെ കുട്ടികളെ കൂടെ ഒരു 7 വർഷം ത്രൂ ഔട്ട് നിൽക്കാൻ പറ്റുന്ന ടീമാണെങ്കിൽ മാത്രം നിങ്ങൾ ഈജിപ്തിൽ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഇത്രയും വൈബ് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഈ കുട്ടികളായിട്ട് നമ്മളും മിങ്കിളായി, അവർ തമ്മിൽ മിങ്കിളായി, അവരുടെ സ്ട്രെസ്സ് പോയി, ആ ഒരു എന്താ പറയുക ഹോം സിക്നെസ് പോയി, എല്ലാം പോയിട്ട് അവരിപ്പോൾ വൈബായിട്ടാണ് നിൽക്കുന്നത്. ഈജിപ്തിൽ MBBS പഠിക്കാൻ വേണ്ടി ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കെയ്റോ എന്ന് പറഞ്ഞ സ്ഥലം ഇതൊരു ഓൾഡ് സിറ്റി ആണല്ലോ എന്ന് ചില ആൾക്കാരെങ്കിലും ചിലപ്പോൾ ഫീൽ ചെയ്യാലുണ്ടാവും. ഇതൊരു ഓൾഡ് സിറ്റി ആണല്ലോ, ഇവിടെ ഒന്നുമില്ലല്ലോ, വെറും ഹോസ്റ്റലും അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റും കോളേജും മാത്രമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ചില ആൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു കോളേജ് ഉണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പോയാൽ നമുക്ക് വൈബ് കിട്ടും. അതെപ്പോഴും അല്ല, നമുക്ക് എക്സാമിനിടയ്ക്ക് റിലാക്സ് ആണെങ്കിൽ നമ്മൾ ട്രിപ്പ് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സായിട്ട് കൂടിയിട്ട് ഒരു ട്രിപ്പ് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ദുബായിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ദുബായിൽ നമ്മൾ കുറേ പൈസ കൊടുത്ത് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ കുട്ടികളെ മുഴുവൻ 10-30
10-15 ആൾക്കാർ മുഴുവൻ ചെയ്തിട്ടുള്ളത്, നമ്മൾ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദുബായിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ഈജിപ്തിൽ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം, അത് കണ്ടുപിടിക്കാനുള്ള ടീം ഉണ്ടാവണം, ഇത്രയൊക്കെ നമുക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയോ സ്ഥലവും കണ്ടിട്ട് പെട്ടെന്നൊന്നും എന്ത് ചെയ്യണ്ട, അങ്ങനെ ആരെങ്കിലും ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട. ഈജിപ്തിലെ കെയ്റോ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണെങ്കിലും ബാക്കി ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. വൈബിന് യാതൊരു കുറവില്ല. അപ്പോൾ നമ്മളെ കുട്ടികളെ റിവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ഹാപ്പിയാണ്, ആർക്കും ഒരു റിഗ്രറ്റ് ഇല്ല. ഞാൻ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിഗ്രറ്റേ ഇല്ല. അപ്പം അതിനർത്ഥം എന്താണ്, ദർ 100% സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. Mashallah, this is very beautiful and they offer us food and it's very beautiful and this place is amazing. Wallahi. No, mashallah. No words to say. ആസ്വദിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ അത് നമുക്ക് മൈൻഡിനൊക്കെ ഭയങ്കര റിലാക്സ്. ലൈക്ക് ഇവിടെ വന്ന ടൈമിന് ഭയങ്കര ടെൻഷനായിരുന്നു, എന്താവും എങ്ങനെ. ഇപ്പം ലൈക്ക് ഫുൾ വൈബ്, ഫുൾ ഓൺ, ഫുൾ പവർ. മാഷാല്ലാ. ഫുഡ് അടിപൊളി. കഴിച്ചു തുടങ്ങിയില്ല, കഴിക്കുന്നേ ഉള്ളൂ. ഗുഡ് ഈവനിങ് ടു ഓൾ. യെസ് ദെൻ നമ്മുടെ അപ്പോൾ പിന്നെ ഈജിപ്തിലേക്ക് വന്ന് ഒരു വലിയൊരു ഗ്യാതറിങ് നമ്മൾ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അറൗണ്ട് 10 മണിയായി അല്ലേ. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയകൾ നമ്മൾ സ്ഥലങ്ങൾ കണ്ടു, ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ ഏരിയകൾ അവരെ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്തു. ദെൻ നമ്മൾ കുറേ പ്രോഗ്രാമിലൂടെ കടന്നുപോയി. മനുഷ്യന്മാരെ പറയുന്നത് ഹ്യൂമൻ ഈസ് എ മീനിങ് മേക്കിംഗ് മെഷീൻ എന്നാണ്. ഇപ്പോൾ ലൈഫിൽ ഓരോ മൊമെൻറ്റ്സുകളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകും. ഒക്കെ നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാവുന്നതാണ്. കുറേ ആളുകൾ പാസ്റ്റിനകത്തായിരിക്കും, കുറേ ആളുകൾ ഫ്യൂച്ചറിനകത്തായിരിക്കും. പ്രസൻറ്റിൽ ജീവിക്കുന്ന ആളുകൾ ലോകത്ത് 1% ആളുകളെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അക്കാഡമിക്സിലാവുമ്പോൾ നിങ്ങൾ അക്കാഡമിക്സിനകത്താണ് ഉണ്ടാവേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ഒരു എൻജോയ്മെൻറ്റ് ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. നമ്മൾ MBBSന് വന്നു കഴിഞ്ഞാൽ വേറൊരു ഏജൻസിന് ഒരു ഒഫൻസും ഇല്ല. ബട്ട് ഈ ഏജൻസി വെച്ച് നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഏജൻസീസൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മളെ സ്റ്റഡീസിൻ്റെ കാര്യങ്ങളും വിസയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്വന്തത്ത് ആയി, പിന്നെ നമുക്ക് ഈ എക്സ്പീരിയൻസസ് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഡോക്ടർ എക്സ്പെർട്ട് വഴി വന്നപ്പോൾ ഉള്ള മെയിൻ തിങ് എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ പഠിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് തന്ന് ഈജിപ്തിൻ്റെ കൾച്ചറായാലും പിന്നെ നമ്മളെ ലൈഫിൽ നല്ല നല്ല മൊമെൻറ്റുകളായാലും ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് തന്ന് ഇതൊക്കെ നമ്മുടെ ലൈഫിലെന്നും നമുക്ക് ഓർമ്മിച്ച് ആസ്വദിക്കാനും ഒക്കെ പറ്റുന്നൊരു മൊമെൻറ്റ്സാണ്. ഇത്ര പറയാനുള്ളൂ. താങ്ക് യു. സീനിയേഴ്സൊക്കെ നല്ലൊരു വൈബ് ഉണ്ട് പറഞ്ഞു, പാർട്ടിയോ പറഞ്ഞോന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളൊരു ടീമിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ആ ടീമിൻ്റെ ഒരു 60% എന്തിട്ടു അതിൽ നിൽക്കുന്ന ആൾക്കാർക്കുണ്ടാവും. നമ്മളൊരു ടീമിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ആ ടീമിൻ്റെ ഒരു 60% വൈബ് എന്തായാലും ആ ടീമിൻ്റെ കൂടെയുള്ള അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാരാണോ നമ്മുടെ 60% അവർക്ക് കിട്ടും. അവരുടെ 60% അവരുടെ സ്വഭാവമായിക്കോട്ടെ, അവരുടെ കൾച്ചറായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് 60% നമുക്ക് കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതേപോലെ നമ്മൾ കൊടുക്കുന്നൊരു മെൻറ്റർഷിപ്പ് ഉണ്ട്. അതിലിപ്പോൾ നമ്മളെ കൂടെ എല്ലാവരും നമ്മുടെ വൈബിൽ കുറേ ആൾക്കാർ നമുക്ക് സ്റ്റുഡൻറ്റ് ഡാറ്റാബേസ് ഉണ്ട്. പക്ഷേ എല്ലാവരും നമ്മളെ വൈബിലേക്ക് കയറിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്യണമായിരിക്കാം ചില ആൾക്കാരെ, അല്ലെങ്കിൽ ബൈ ആക്സിഡൻ്റലി നമ്മളെ അടുത്ത് വന്ന് അങ്ങനെ നമ്മളതിൽ മിങ്കിളായ ആൾക്കാരൊക്കെ. പക്ഷേ എല്ലാവരും ഒരേ വൈബുള്ള ആൾക്കാരാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറും ഡോക്ടറായിട്ട് നാട്ടിലിറങ്ങി അതുകൊണ്ടൊരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അക്കാദമിക്കലി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേണ്ടൊരു പെർഫോമൻസ് ലെവലുണ്ട്. ഈ പറഞ്ഞവർക്ക് ഒരാളെ മുമ്പിൽ ഒരു കാര്യം എണീച്ചെന്ന് പറയാൻ, നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കാൻ, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. നമുക്ക് ഒരാളടുത്ത് നോ പറയേണ്ട സ്ഥലത്ത് നോ പറയേണ്ടി വരും. അവിടെ നമ്മൾ മടിച്ചു നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ നമ്മൾ തുടങ്ങിയതാണ്. ഇനി ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തില്ല. ഇപ്പോൾ കുറേ ഫ്രണ്ട്സ് റൂം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ റൂമിൽ നിന്ന ആൾക്കാരെ സ്വഭാവം പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നൊക്കെ ആയിരിക്കും മനസ്സിലായിണ്ടാവുക. നമ്മൾ ഒരു മനുഷ്യൻ്റെ സ്വഭാവം മനസ്സിലാവണമെങ്കിൽ ഏറ്റവും നല്ല കാര്യം, ഒന്ന് അവരുടെ കൂടെ യാത്ര ചെയ്യുക, 2 അവരുടെ കൂടെ രാത്രി കടന്നുറങ്ങുക, 3 അവരുടെ കൂടെ ട്രാൻസാക്ഷൻസ് ചെയ്യുക, എന്തെങ്കിലും ഫണ്ട് കാര്യങ്ങളൊക്കെ ട്രാൻസാക്ഷൻസ് ചെയ്യുക. നമ്മൾ ടിൻസോടെ അവരോട് ഉണ്ടല്ലേ.
ഈ ട്രാൻസാക്ഷൻസ് ചെയ്യാം. ഇതൊക്കെ 3 കാര്യങ്ങൾ ചെയ്താലാണ് ശരിക്കും നമുക്കൊരു വ്യക്തിനെ കുറിച്ച് മനസ്സിലാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഡോക്ടർ എക്സ്പേർട്ട് ആയിട്ട് ഓൾമോസ്റ്റ് പൈസേൻ്റെ ട്രാൻസാക്ഷൻസ് നിങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ നമ്മളെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് എല്ലാ ഒരു ഓവർനൈറ്റ് ട്രാവലിങ് നമ്മൾ കഴിഞ്ഞു. ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നമ്മളെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഈ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എന്താണ്, നിങ്ങൾക്ക് ആരെ ചൂസ് ചെയ്യണം, ആരെ ഒഴിവാക്കണം എന്നൊക്കെ ഉള്ളത് സ്വാഭാവികമാണ്. ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവരും ചൂസ് ചെയ്യാൻ പറ്റില്ല, ഓരോ ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായത്. നിങ്ങൾ വെറും ഡോക്ടർ ആവാന്നുള്ളൊരു തോട്ടിൽ മാത്രം ഒരിക്കലും അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. വെറും പുസ്തക പുഴുക്കളായിട്ട് അത് നടക്കണം. അതാണ് നമ്മളെ പ്രൈമറി ലക്ഷ്യം ഇവിടെ വന്നത്. പക്ഷേ അതിൻ്റെ കൂടുതൽ നമുക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾക്ക് ഈ അക്കാദമിക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ആ ഒരു സാധനം കൂടി കിട്ടുമ്പോൾ നമ്മളെ ആയിരിക്കും ഏറ്റവും വേറെ ലെവൽ ആൾക്കാരുണ്ടാവുക. അപ്പോൾ എന്തിനും നിങ്ങളെ ചൂസ് ചെയ്യണം. നിങ്ങളൊരു സ്ഥലത്ത് ജോബിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ആളുകൾ എന്തിനും നിങ്ങളെ ചൂസ് ചെയ്യണം. അവിടെ നിങ്ങൾക്കൊരു യുണീക്ക് ആയിട്ടൊരു വാല്യൂ വേണം, യുണീക്കായിട്ടുള്ള നിങ്ങളെ സെല്ല് ചെയ്യാനുള്ളൊരു യുണീക്ക് സെല്ലിങ് ഒരു പോയിന്റ് വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് കാര്യമുള്ളൂ. എനിക്ക് ഓൾറെഡി വന്നപ്പോൾ തന്നെ അത്യാവശ്യം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എല്ലായിടത്തും മിങ്കിളായിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ കുറച്ച് ഇൻട്രോവേർട്സ് ഉണ്ടായിരുന്നു, അത്ര കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ എക്സ്പീരിയൻസിലൂടെ റിക്കാക്കനെ കിട്ടി, പിന്നെ ടീമിൻ്റെ കൂടെ കൂടുതൽ ക്ലോസ് ആയി, പിന്നെ വേറെ ആൾക്കാരുടെ കൂടെയും ക്ലോസ് ആയി, അവരോട് കണക്ട് ചെയ്യാൻ പറ്റി. വൈ? ബിക്കോസ് ഒരാളുടെ കൂടെ ഫുഡ് കഴിച്ചു ഞാൻ, ഒരാൾക്ക് പഴം കൊടുത്തു ഞാൻ, അതൊക്കെ കൊണ്ട് അങ്ങനെ കണക്റ്റായി. പിന്നെ മരിക്കുന്ന നേരം ഓർമ്മിക്കാൻ പറ്റുന്ന കുറേ മെമ്മറീസ് ഉണ്ടായി. ഒരു ദിവസം കൊണ്ട് ഇത്രയും മെമ്മറീസ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഇൻസെയിൻ. സാധാരണ മനുഷ്യന്മാർ മിനിമം ഒരാഴ്ച, യൂഷ്വലി 1 month ഒക്കെ വെച്ചിട്ട് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടാക്കാം. നമ്മൾ ഒരു ദിവസം കൊണ്ട് മണ്ണ് കണ്ടു, വെള്ളം കണ്ടു, ഇതൊക്കെ കണ്ടു. എന്താണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇനി വീട്ടിൽ പോയിട്ട് ജേർണൽ ചെയ്ത് ഓർക്കണം എന്തൊക്കെയാണ് ചെയ്തതെന്ന്. ഹെംദില്ല ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയേന്. അത്ര തന്നെ പറയാനുള്ളേ. ഡോക്ടർ എക്സ്പേർട്ട് ഗോട്ടിടാന്ന്. ഓക്കെ, ഇന്നീ പരിപാടിനെ ഞാൻ അറിയണത് ഇന്നലെ രാത്രി കിടക്കാൻ പോകുന്ന സമയത്താണ്. രാവിലെ മെസ്സേജ് വന്നു, രാവിലെ 7 മണിക്ക് കയറു ഗേറ്റിൽ എത്തണം. ഞാൻ വിചാരിച്ചു അല്ലാ അടുത്ത പരിപാടി, നേരത്തെ ഉറക്കം, ആ ദിവസത്തെ ഉറക്കം പോയി ഞാൻ വിചാരിച്ച്. പിന്നെ ഉറക്കൊക്കെ കളഞ്ഞ് ഞാണ്ട് കയറി. പിന്നെ ആ ടൈം മുതൽ സെറ്റ് എന്ന് വെച്ചാൽ വേറെ ലെവൽ. സത്യം പറയുകയാണെങ്കിൽ ഇത്ര ഒരു എക്സ്പീരിയൻസ് ഇത് പറയാൻ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ. പിന്നെ കുറേ ആൾക്കാരെ മനസ്സിലാക്കാനും പറ്റിയിരുന്നു. പ്രത്യേകിച്ച് സുഹീർ സാറിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനത് പരിപാടിയിൽ നിന്ന് രാത്രി കണ്ടപ്പോൾ സ്പീക്കിംഗ് കണ്ടപ്പോൾ ഭയങ്കര ഡീസൻറ്റ് മനുഷ്യനാണല്ലോ, നല്ല രീതിക്ക് സംസാരിക്കണ്ടല്ലോ. പക്ഷെ ഈ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മൂപ്പറുടെ ഡീസൻസിക്ക് അത്യാവശ്യം മനസ്സിലായിക്കണ് അങ്ങനെയൊക്കെ. പിന്നെ അൽഹംദുലില്ലാ അന്ന് എല്ലാവരെ കൂടെ നല്ല അടിപൊളിയായിട്ട് വൈബ് ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് ഈ ഒരു ദിവസം അടിപൊളി, വേറെ ലെവൽ, സൂപ്പർ. ഇതെല്ലാതും നടത്തി തന്ന നിങ്ങൾ ഡോക്ടർ ഹുസൈർ, എല്ലാ സ്റ്റാഫിനോടും വളരെ നന്ദി. താങ്ക് യു. ലൈഫിൽ 3 സാധനങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ. ഒന്ന് ഫിയർ ഓഫ് മിസ്റ്റേക്ക്, 2 ഫിയർ ഓഫ് ഫെയിലിയർ ആൻഡ് ഫിയർ ഓഫ് സക്സസ്. ഫിയർ ഓഫ് ഫെയിലിയർ, ഫിയർ ഓഫ് സക്സസ് ആൻഡ് ഫിയർ ഓഫ് ഫെയിലിയർ. ഫിയർ ഓഫ് ഫെയിലിയർ നമ്മൾ ഭയക്കും, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറ്റുമോ. ദെൻ ഫിയർ ഓഫ് മിസ്റ്റേക്ക്, ദെൻ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുമോ, ഒന്നുമില്ല. ഈ പൊട്ടത്തരത്തിൽ നിന്നാണ് പലതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഫിയർ ഓഫ് സക്സസ്സും ഉണ്ട്. ഞാനെങ്ങാനും പറഞ്ഞ് ഉഷാറാക്കിയാലോ. എന്നോട് ഒരുത്തം പറഞ്ഞാണ് ഞാൻ കൂടുതൽ കാശൊന്നും സമ്പാദിക്കൂല. അതെന്താ, ടാക്സ് കൊടുക്കേണ്ടി വരുമെന്ന്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പബ്ലിക് സ്പീക്കിങ്ങിന് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു സംഭവമാണ്. എത്ര മുന്നെന്നും ആരോ മുന്നെന്നും എന്തും പറയാനുള്ള ഒരു ധൈര്യമുണ്ട്. ഫസ്റ്റ് മെയിൻ പറയേണ്ടത് ബിഹൈൻഡ് ദ സീൻ ക്യാമറ പിടിച്ചു നിന്ന് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പുതിയൊരു എക്സ്പീരിയൻസ്, ഓരോരാളെ ഇമോഷൻ, ഓരോരാളെ എന്തിലാ സന്തോഷം കണ്ടെത്തി, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പറയാൻ എല്ലാവരും കുറച്ചുകൂടി അറിയാൻ പറ്റി. അതിനെല്ലാം താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒരു സാധനം നമ്മൾ കുറേ പ്ലാൻ ചെയ്ത് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പം നിങ്ങളെ പ്രീ ഡിപ്പാർച്ചർ പ്രോഗ്രാം ആണെങ്കിൽ പോലും ഞാനത് മൊത്തം പ്ലാൻ ചെയ്തത് ജസ്റ്റ് 2 days. നിങ്ങളെ ടിക്കറ്റ് എപ്പോൾ കൺഫേം ആയോ ആ സമയത്ത് മാത്രമാണ് ഞാൻ ആ ഹോള് ബുക്ക് ചെയ്തത്, അവിടെ ലൈവ് പോയത്, അതിൻ്റെ സെറ്റപ്പ് ചെയ്തത്, ക്യാമറ, അവിടെ LED വാൾ, അതിൻ്റെ കോണ്ടൻറ്റ്, ആരെന്ത് ചെയ്യണം, കറക്റ്റ് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയത് 2 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് പ്രോഗ്രാം നമ്മൾ ചെയ്തില്ല. എന്തൊക്കെ അതിൻ്റെ ഓരോ പ്രോഗ്രാമിനും ഓരോ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ഇന്നത് ഇങ്ങനെ നടക്കണം, അടുത്തത് ഇങ്ങനെ നടക്കണം എന്നുള്ള, ഇത് കംപ്ലീറ്റ് ചെയ്തത് 2 ദിവസം കൊണ്ടാണ്. ഇന്നത്തെ ഈ ട്രിപ്പ് ഇന്നലെ വൈകുന്നേരം നമ്മളെ ബോട്ടിലെ ട്രിപ്പ് കഴിയുന്ന സമയത്ത് പോലും ഇതിൻ്റെ ഫുൾ പ്ലാൻ കഴിഞ്ഞിട്ടില്ല.
ബസ് പോലും ബുക്കായിട്ടില്ല. അങ്ങനെ ഈ കംപ്ലീറ്റ് പ്ലാൻ നമ്മളിട്ട് ചെയ്തിട്ടുള്ളത് ഒറ്റ ദിവസം കൊണ്ടാണ്. എനിക്ക് ചിലപ്പോൾ നിങ്ങളുണ്ടാവും ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കണില്ല, കാരണം എന്താ വെച്ചാൽ എനിക്ക് കുറച്ചുകൂടി പ്രിപ്പയർ ആവാണ്ട്, ഞാൻ എന്താ പറയേണ്ടതെന്നുള്ളത് ആലോചിച്ചിട്ടില്ല, ഞാൻ എന്ത് നോട്ട് ചെയ്യണം, എന്ത് പറയണം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആലോചിക്കണോണ്ടാണ് നമുക്കൊന്നും പറയാൻ പറ്റാത്തത്. പക്ഷെ ഇവിടെ വന്ന് സംസാരിച്ച എല്ലാവരും നിങ്ങൾ കേട്ടല്ലോ, അടിപൊളിയായിരുന്നു. ഇന്ന് നമുക്ക് കിട്ടിയ മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, ഇത് നിങ്ങളെ ലൈഫിലും മറക്കില്ല. ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗ്രാജുവേറ്റ് ആവുന്ന ഒരു സമയമുണ്ട്. നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിട്ട് ഈജിപ്തിൽ നിന്ന് ഇങ്ങനെ പോണ സമയത്താണ് നിങ്ങളെ അവസാനത്തെ ഫ്ലൈറ്റ് ഇന്ത്യയിലേക്ക് കാലിക്കറ്റ് എയർപോർട്ടിക്കോ കൊച്ചിക്കോ തിരുവനന്തപുരത്തേക്കോ ദുബായിക്കൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ വരും, ഞാൻ ഇന്ന ഡേറ്റിന് ഇങ്ങനെ ഡോക്ടർ സ്പെയിൻ്റെ കൂടെ വന്ന് ഇവിടെ ഇറങ്ങി ഇങ്ങനെ ഒരു പരിപാടി കിട്ടി, ഇന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കംപ്ലീറ്റ് നിങ്ങളുടെ മെമ്മറീസ് നിങ്ങളുടെ മൈൻഡിൽ വരും. ആ ഒരു സാധനമാണ് ഇപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളിത് എങ്ങനെ എൻജോയ് ചെയ്തോ, ഇതാണ് നിങ്ങളുടെ മെമ്മറി. നിങ്ങൾക്ക് നാളെ കിട്ടാൻ പോണ മെമ്മറീസാണ് നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. ഈ സാധനമാണ് ഞങ്ങളും തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത്. ഞങ്ങളും നിങ്ങൾക്ക് തരാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഞങ്ങളും തന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ടീം, എനിക്ക് നാളെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിൽ വരുന്ന ആളുകൾ ഏറ്റവും ബെറ്റർ ആയിരിക്കണം. അത് ഞാൻ നിങ്ങളടുത്ത് തുടങ്ങുമ്പോഴേ പറഞ്ഞു, നിങ്ങൾക്ക് അക്കാദമിക്കലി പോയി അങ്ങനെ ക്ലിനിക്കലി പോകുന്ന ആൾക്കാർക്ക് പോകാം. പക്ഷെ അത് മാത്രമല്ല, ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ 2 മാസം കഴിയുമ്പോഴും മിനിമം പുതിയ സാധനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് 2 മാസം കൊണ്ട് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് പിന്നെ ലോഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. അത്രയും ഫാസ്റ്റാണ്. ലൈഫിൽ അങ്ങനെ തന്നെയാണ്, പെട്ടെന്ന് അപ്ഡേറ്റ് ആവുക. നിങ്ങളിപ്പോഴും പഴയ സ്കൂളിൽ ഇരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ വന്നത് വേറൊരു സ്ഥലത്താണ്, നിങ്ങളുടെ ഉദ്ദേശം നല്ല രീതിയിൽ പഠിക്കാൻ, കൂടുതൽ നിങ്ങൾക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു അതർ ദാൻ അക്കാദമിക്സ് നല്ലൊരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു വേറെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ ബിസിനസ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഗതികൾ ചെയ്യണമെന്നുണ്ടാവും. ചില ആൾക്കാർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആവും. എന്താണെങ്കിലും ഇത് നിങ്ങളെ സേഫ് ആക്കാനുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്. അത് എന്താണ്, അത് നിങ്ങളൊരു പെർമനൻറ്റ് സൊല്യൂഷൻ, അത് നിങ്ങൾക്കൊരു ബാക്കപ്പാണ് എപ്പോഴും. അതിന് കൂടുതലല്ല നിങ്ങൾ എക്സ്ട്രാ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു മൊമെൻറ്റ് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് ത്രൂ ഔട്ട് 7 years നിങ്ങളെ കൂടെ നിൽക്കണം എന്നായിട്ടുള്ളത്. അത് നിങ്ങൾ എന്നോട് എങ്ങനെ നിൽക്കണത് അതനുസരിച്ചാണ് ഉണ്ടാവുക. നമ്മൾ നമുക്ക് പൈസ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ നമ്മളെ കൂടെ എങ്ങനെ സപ്പോർട്ട് നിൽക്കണോ അതേ തിരിച്ച് കട്ടൊക്കെ നമ്മൾ തിരിച്ച് സപ്പോർട്ട് നിൽക്കും. ഞാൻ ഇതുവരെ കൊണ്ടുവന്ന ഒരു രാജ്യത്തിലെ കുട്ടികളായിട്ട് ഞാനായിട്ട് അങ്ങോട്ട് എന്ത് ചെയ്തിട്ടില്ല, ഡിസ്കണക്ട് ചെയ്തിട്ടില്ല. ചില ആൾക്കാർ ചിലപ്പോൾ ഓക്കെ അഡ്മിഷൻ കഴിഞ്ഞു പിന്നെ അവരെ കാര്യമായി അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടാവും. അത് നമുക്ക് പ്രശ്നമില്ല, അവരുടെ അടുത്ത് ദേഷ്യമില്ല, അത് അവരുടെ ചോയ്സാണ്. നേരെ പക്ഷേ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ അതുലാണെങ്കിലും നഫീസ് ആണെങ്കിലും അങ്ങനെ കുറേ ആൾക്കാർ. ഇപ്പോൾ നമ്മൾ ഉസ്ബെക്കിൽ പോയാലും ഉസ്ബെക്കിൽ നമ്മളെ കുട്ടികളുണ്ട്, ഫിലിപ്പൈൻസിൽ നമ്മളെ കുട്ടികളുണ്ട്, ജോർജിയയിലുണ്ട്, അങ്ങനെ ബൾഗേരിയയിൽ എല്ലായിടത്തും നമ്മളെ കുട്ടികളുണ്ട്. ഇവർ നമ്മളടുത്ത് കണക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ത്രൂ ഔട്ട് എന്ത് ചെയ്യും, അവരെ മെൻറ്റർ ചെയ്യും. അവർ ആ ഒരു ലെവലിലേക്ക് എത്തും, അത് ഉറപ്പാണ്. എനിക്ക് ഉറപ്പുണ്ട്, കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. ഇപ്പോൾ നമ്മളെ സ്റ്റാഫിനെ കുറിച്ച് പറഞ്ഞിരുന്നു, നല്ല വൈബ്, അതായത് സ്റ്റാഫ് നല്ല എക്സ്ട്രാ ഓർഡിനറി ആണ്. പല ആൾക്കാർ റിവ്യൂ പറഞ്ഞു. നമ്മളെ കമ്പനീൻ്റെ ഒരു കൾച്ചറുണ്ട്, ആ കൾച്ചർ അതിൻ്റെ ഫൗണ്ടേഴ്സ് ആരാണോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടേഴ്സ് ആരാണോ അവർ ക്രിയേറ്റ് ചെയ്യുന്ന കൾച്ചറാണത്, അവർ കൊടുക്കുന്ന നോളജാണത്. ആ സാധനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതേ കാര്യം തന്നെയാണ് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും എന്തായാലും ഉണ്ടാവുക. കൂടെ നിൽക്കുക മീൻസ് അക്കാദമിക്കലി എന്ത് മെൻറ്റർഷിപ്പ് ആണെങ്കിലും അല്ല, ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഹെൽപ്പോ സംശയമൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ കൂടെ നിൽക്കാം. അതിൽ നമ്മൾ തിരിച്ചും 100% സപ്പോർട്ട് തരും. ഈ വൈബ് നമുക്ക് ത്രൂ ഔട്ട് 7 years ഉണ്ടായിരിക്കണം. ഞാൻ പഠിത്തത്തിൻ്റെ കാര്യം ഇവിടെ വീണ്ടും പറയണില്ല. മിസ്റ്റേക്ക് നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും. ഒരു മിസ്റ്റേക്ക് നമുക്ക് ലൈഫിൽ സംഭവിച്ചാൽ അത് പിന്നെ അടുത്ത പ്രാവശ്യം അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര എഫേർട്ട് ഇടണം. അതേ കാര്യം നമ്മൾ ഈ വർഷം ചെയ്തിട്ടുള്ളൂ. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും നമ്മളെ ഏരിയയിൽ നമ്മുടെ സർവീസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്മോളാണ്, ചിലപ്പോൾ ചെറുതേക്കും ചിലപ്പോൾ വലുതേക്കും, അത് പക്ഷേ നെക്സ്റ്റ് ഇയർ നമുക്ക് ഉണ്ടാവില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള പരിപാടി ചെയ്യും. ഇപ്പോൾ ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പ് ഷെയ്ഷാദ് വന്നിട്ടുണ്ട്. ഇതിപ്പം ആ മറ്റു കുട്ടികളില്ലെങ്കിലും ഓൻ ഓൾറെഡി ഞാൻ പറഞ്ഞേക്കാൻ വേണ്ടി വെച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ സീനിയർ സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ ഈ ഒരു സാധനം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു സാധനം. അപ്പോൾ ഇവരോടുള്ളൊരു ഇത് പ്രത്യേകം എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം സാധാരണ രീതിയിൽ എൻ്റെ ഫോണിൽ എനിക്ക് 2 ദിവസമായിട്ടൊരു കോളും വന്നിട്ടില്ല. ഓഫീസിൽ നിന്ന് മാത്രമേ മെസ്സേജ് വന്നിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഐ നോ ദ സർവീസ് വാസ് എക്സലൻറ്റ്. ഒരു സംശയം എനിക്കില്ല, അത് ഉറപ്പാണ്. കാരണം എനിക്ക് കോള് തരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന ഒരു പേരൻ്റ് പോലും ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് ഇന്നെ വിളിച്ചിട്ടില്ല, ഓഫീസിലും വിളിച്ചിട്ടില്ല ഒരാൾ പോലും. ഇപ്പോൾ നമ്മൾ 2 ദിവസമായി. ഹായ് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മൾ ഈ പരിപാടികളൊക്കെ ഉഷാറായി അല്ലേ? എല്ലാവരും
ഹാപ്പി ആയി. എനിക്കറിയാം എല്ലാവരും ഭയങ്കര 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാമെന്ന് മനസ്സിലാവട്ടെ. ഞാൻ ഈജിപ്തിക്ക് വരണേന്ന് ഞാൻ ആലോചിച്ചിട്ടും കൂടി ഇല്ലേ. കാരണം എന്താ വെച്ചാൽ പ്രീ ഡിപ്പാച്ചർ പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും അത് നിങ്ങളാരും ഞാൻ ഫേസ് ചെയ്യാൻ കണ്ടില്ല. എല്ലാവരും ഡോക്യുമെൻറ്റ്സ് ഇങ്ങനെ എൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പാറി എടുക്കാമെന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ. അവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക, എല്ലാവരും പേര് അപ്പോൾ തന്നെ അന്ന് തന്നെ ആലോചിച്ചു. കാരണം നിങ്ങളെ അപ്ലിക്കേഷൻ പേയ്മെൻറ്റ് ഏറെ ഒരു 80% ഞാൻ തന്നെ ചെയ്തത്. നിങ്ങളെ കാണാനുള്ളൊരു ആകാംക്ഷ എന്നുണ്ടെങ്കിൽ ആ പ്രീ ഡിപ്പാച്ചർ പ്രോഗ്രാം അന്നുണ്ടായിന്. പക്ഷേ ഒരു ഡോക്ടർ 2 ദിവസം മുന്നേ വിളിച്ച് യു ഹാവ് ടു ഗോ ടു ഈജിപ്റ്റ് ബിഫോർ. ആ 2 ദിവസം മുന്നേ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് ഭയങ്കര മിസ്സായിട്ടാണ് തോന്നിയത്. കാരണം ഞാനും കൂടി കൂട്ടി ഞങ്ങളെല്ലാവരും സ്റ്റാഫ് എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാമിന് പ്രീ ഡിപ്പാച്ചർ പ്രോഗ്രാം. അപ്പോൾ എനിക്കത് ഭയങ്കര നഷ്ടമായിട്ട് എന്തോ ഭയങ്കര ഫീലിംഗ് ആയി. എന്നാൽ പോവാം, ഈജിപ്ത് പോവാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു കുറവ് വരുത്തരുത്, അവർക്കും വേണ്ടി ഒരു കുറവ് വരുത്തരുത്, ഇപ്പോഴത്തെ എല്ലാ കാര്യം മിനിസ്ട്രി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മാഷാഅല്ലാ അത് നമുക്ക് ഓരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ സർവീസ് എന്തിനാണ്. ആ 3 ദിവസം ഓർക്കുള്ള സർവീസ് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് പറഞ്ഞിട്ട് നമ്മൾ കൂടെ നഫീസും അതിലും കൂടിയിട്ടാണ് നമ്മൾ ഹോസ്റ്റൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് 100% ക്ലിയർ ആക്കി തന്നത്. മൊഡ്യൂളിൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും വേഗം ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാനിവിടെ വന്നിട്ട് നാളത്തേക്ക് ഒരാഴ്ചയായി. ഞാൻ ഇവിടെ റിവ്യൂ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഭയങ്കര മോശമായി പോകുമെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്ന് പറയുന്നത്. ഫസ്റ്റ് നോമിനേഷൻ ലെറ്ററിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ് ഞങ്ങളിവിടെ നേരത്തെ എത്തിയത്. അന്ന് മുതൽ സീനിയേഴ്സ് നസീഫും നഫീസും അതിലും മാത്രമല്ല അഞ്ജല ഫുൾ സപ്പോർട്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. എന്ത് കാര്യത്തിലായാലും നമ്മളിപ്പോൾ രാവിലെ നമ്മൾ എണീറ്റിട്ടില്ലെങ്കിലും ഫുഡ് കഴിച്ചോ നേരം അവർ രാവിലെ വിളിച്ചു ചോദിക്കും. എല്ലാ നേരവും ഫുഡ് കഴിക്കാൻ അവർ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. എല്ലാ കാര്യങ്ങളും അവർ ഞങ്ങളെ കൂടെ നിന്ന് ചെയ്തു തന്നു. ഇതുവരെ എല്ലാ രീതിയിലും നമ്മളെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തു. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഇതുവരെ. So thank you Dr. Expert team and Shahzad sir, Nafees, Adil, Anjala, Dr. Hussein. Thank you so much. Dr. Expert Edulinks. Be a doctor by doctors.